പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ പി ജയരാജൻ ജയിലിലെത്തി കണ്ടതിന് പിന്നാലെ സിപിഎം ജില്ലാ സെക്രട്ടറി എം.വി. ബാലകൃഷ്ണനും മുതിർന്ന നേതാക്കളും ഒന്നാം പ്രതി പീതാംബരന്റെ വീട്ടിലെത്തി. പെരിയ ഇരട്ടക്കൊലയുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിക്കുന്നതിനിടെയാണ് സിപിഎം നേതാക്കളുടെ സന്ദർശനം. തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്നതാണ് സിപിഎം നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സിപിഎം ജില്ലാ സെക്രട്ടറി എം.വി. ബാലകൃഷ്ണൻ, മുൻ എം.എൽ.എയും ഇടതുമുന്നണി ജില്ലാ കൺവീനറുമായ കെ.പി. സതീഷ് ചന്ദ്രൻ, ഉദുമ എം.എൽ.എയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി.എച്ച്. കുഞ്ഞമ്പു, തൃക്കരിപ്പൂർ എം.എൽ.എ എം. രാജഗോപാലൻ, മുൻ എം.എൽ.എ കെ. കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, സിപിഎം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. രാജ്മോഹൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എം. സുമതി, സിപിഎം പെരിയ ലോക്കൽ മുൻ സെക്രട്ടറി എൻ. ബാലകൃഷ്ണൻ എന്നിവരാണ് വീടുകളിലെത്തിയത്. പാർട്ടി കൂടെയുണ്ടെന്ന സന്ദേശം കൈമാറാനാണ് നേതാക്കൾ പ്രതികളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചതെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ആരോപിച്ചു. കൂടെയുണ്ട് പാർട്ടി എന്ന് അറിയിക്കാനാണ് അവർ ജയിലിലെത്തുമ്പോഴേക്കും പി ജയരാജൻ അടക്കമുള്ള അവരുടെ സംഘങ്ങൾ ചിന്താവ വിളിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ നിരപരാധികളുമുണ്ടെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പറഞ്ഞു. കെ. വി. കുഞ്ഞിരാമൻ എം.എൽ.എ എക്സ് എം.എൽ.എ പോലെയുള്ള ഒരാൾ ബോധപൂർവം കേസിൽപ്പെടുത്തി CBI ഉപയോഗിച്ച് കേസിൽപ്പെടുത്തി കുറ്റമാരോപിച്ച് പാർട്ടിയെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരണോ? പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ സിപിഎം നേതാക്കൾ സന്ദർശിച്ചതിനെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രൂക്ഷമായി വിമർശിച്ചു. ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത്. കേരളത്തിന് അപമാനമാണ്. കൃപേഷ് ശരത് ലാൽ സ്മൃതി മണ്ഡപം KPCC മുൻ പ്രസിഡന്റ് കെ. മുരളീധരൻ സന്ദർശിച്ചു. മീഡിയ 1 കാസർഗോഡ്.